ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ എൻ്റെ അമ്മയും ആൻറ്റിയും കൂടെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്ന കാര്യം ഞാൻ 2-3 ഷോർട്സിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ മൈസൂർ പോയിട്ടുള്ളൊരു കുട്ടി ട്രിപ്പാണ്. അപ്പോൾ രാവിലെ അറൗണ്ട് 5:36 ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ PGയിൽ നിന്ന് ഞങ്ങൾ സാറ്റലൈറ്റിലോട്ട് പോവുകയാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ബസ് അടിക്കേണ്ടത്. സോ ഞങ്ങൾ ഒരു ഊബർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലത്തെ ക്ലൈമറ്റും ഒക്കെ നല്ല രസമായിരുന്നു, നല്ല തണുപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സഡൻ പ്ലാനാണ് മൈസൂർ പോകാമെന്നുള്ളത് തന്നെ. അപ്പോൾ ഞാനും പ്രോപ്പറായിട്ട് ഫസ്റ്റ് ടൈമാണ് മൈസൂർ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഞങ്ങൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ലോ ഫ്ലോർ AC ബസ് ഉണ്ടായിരുന്നു ഡയറക്റ്റ്ലി മൈസൂർക്ക് പോകുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ടു മൈസൂർ അപ്രോക്സിമേറ്റ്ലി 3 hours ആണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അങ്ങനെ എനിക്കൊരു ബാക്ക് സീറ്റാണ്, അവർക്ക് രണ്ടുപേർക്കും വേറൊരു സീറ്റും കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ നേരെ ഞാൻ നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ബസ് വന്നിട്ട് അത്യാവശ്യം കംഫർട്ടബിളൊക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പം മൈസൂർ ഫസ്റ്റ് ടൈം പോകുന്നുള്ളവർക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞങ്ങളും ഫസ്റ്റ് ടൈം പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് കേട്ടോ. നേരെ ഞങ്ങൾ മൈസൂർ എന്താ പറയുക ഇറങ്ങിയിട്ട് നേരെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. അപ്പം ഫുഡ് വന്നിട്ട് അവർ രണ്ടുപേരും മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ നോട്ട് സോ ഗ്രേറ്റ്. ഞാൻ എപ്പോഴും ഒരു നെയ് റോസ്റ്റ് ഫാനാണ്. ഐ എം നോട്ട് അറ്റ് ഓൾ എ മസാല ദോശ ഫാൻ. സോ ഞാനൊരു നെയ് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫിൽറ്റർ കോഫി മേടിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു ഫിൽറ്റർ കോഫി കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലൊക്കേഷൻ വന്നിട്ട് സെൻറ്റ് ഫിലോമിനസ് ചേർച്ചാണ്. നല്ല വൈബുള്ള ചേർച്ചാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ട്രിവാൻഡ്രത്ത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ചേർച്ചാണ് വെട്ടുകാട്. അപ്പം ഞാൻ എപ്പോഴും അവിടെ പോകാറുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ചേർച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോ ഇത് നല്ല ഹൈറ്റുള്ള ഒരു ചേർച്ചാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചേർച്ചിൽ പോയി. അവിടെ നിന്ന് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. അപ്പം അതിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷൻ വന്നിട്ട് ഞങ്ങൾക്ക് പോകേണ്ടത് ഒരു സാൻഡൽ ഫാക്ടറിയാണ്. സാൻഡൽ ഫാക്ടറി, സാരി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മൈസൂർ സിൽക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടുണ്ടായി കേട്ടോ, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും റോം ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത ഓട്ടോ സ്റ്റേഷനിലോട്ട് പോയിട്ട് ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ ഈ ഒരു സാൻഡൽ ഷോപ്പിലോട്ടൊക്കെ പോവാണ് കേട്ടോ. അപ്പം മൈസൂർ കാര്യമായിട്ട് കാണാനുള്ള എന്താണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൈസൂർ പാലസിൽ പോകണം, പിന്നെ ഞങ്ങൾക്ക് ബൃന്ദാവൻ ഗാർഡൻസിൽ പോകണം. അങ്ങനെ ഞങ്ങളൊരു 2-3 ലൊക്കേഷൻ നോക്കി വെച്ചിട്ടുണ്ടായി, അങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത്. സോ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇവൻ ദോ ഫസ്റ്റ് ടൈം ആണെങ്കിൽ പോലും. അപ്പം ഫസ്റ്റ് ടൈമായിട്ട് പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു നോക്കാം. പിന്നെ ഞങ്ങൾ നേരെ സാൻഡൽവുഡിൻ്റെ ഷോപ്പിൽ പോയിട്ട് ആ സാൻഡൽ, നമുക്ക് മൈസൂർ സോപ്പ്, മൈസൂർ പെർഫ്യൂം, അങ്ങനത്തെ ഒരുപാട് സാൻഡൽ കാര്യങ്ങൾ, മൈസൂർ സോപ്പ് അല്ല കേട്ടോ, സാൻഡൽ സോപ്പാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാൻഡൽ സോപ്പും അങ്ങനെയുള്ള എന്തോ പിന്നെ അഗർബത്തി സ്റ്റിക്കോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായി. ഞങ്ങൾ നേരെ പിന്നെ അതൊക്കെ ബില്ല് ചെയ്തിട്ട് അടുത്ത താഴെ പോയി സാരിയുടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് കുറച്ചിങ്ങനെ നോക്കുകയാണ്, പ്രത്യേകിച്ചൊന്നും മേടിക്കാനായിട്ടൊന്നും അല്ല. പിന്നെ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ ഞങ്ങൾ അടുത്തത് പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോയിൽ തന്നെയാണ് മൈസൂർ പാലസിൽ പോയത്. ആൻഡ് ഇറ്റ് ഈസ് സോ ഗുഡ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ മൈസൂർ പാലസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആ ഒരു ആംബിയൻസ് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പിക്ചേഴ്സ് എടുക്കാനായാലും ഒക്കെ സ്ഥലമാണെന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ. ഞാൻ മൈസൂർ പാലസ് എന്ന് വിചാരിച്ചപ്പോൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. പാലസ് എന്താ ചുമ്മാ ഇങ്ങനെ കറങ്ങി കാണാനുള്ളത് മാത്രമല്ലേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായാലും, ആ ഒരു ആംബിയൻസ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു റൗണ്ട് ഉള്ളിൽ കയറിയിട്ട് മുഴുവനായിട്ടൊന്ന് കാണും പാലസ് എന്താന്ന്. അത് നമുക്ക് ഓഫ് കോഴ്സ് കുറച്ച് ബോറടിക്കും, ഇതെന്താണ് നീങ്ങാത്തെന്നുള്ളൊരു മട്ടിൽ. പക്ഷേ അതിനുള്ളിൽ കയറി കഴിയുമ്പോഴാണ് അടിപൊളിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ക്യാമറ ഇസ് സോ ബാഡ് ദാറ്റ് നിങ്ങൾക്ക് ഇത് എന്തോരം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ സോ ഗുഡ്. നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ ക്രൗഡിൻ്റെ ഇടയിൽ ഉന്തിത്തള്ളി പോവുക. അത് ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ ഫേസൊക്കെ ആകെ മാറിയിട്ട് ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആവും കേട്ടോ. അപ്പം അങ്ങനെ നേരെ ഞങ്ങൾ പിന്നെ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എനിക്ക് അതിൻ്റെ പുറത്തൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു, കാരണം അകത്ത് ഭയങ്കര സഫോക്കേറ്റിംഗ് ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ക്രൗഡിൻ്റെ ഇടയിൽ പോകുക എന്നുള്ള ഒരു കാര്യം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കുറേ നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നിട്ട് എന്താ പറയുക ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് നല്ല കുറച്ച് പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായി. അപ്പം എന്താ പറയുക നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ ഒരു പാലസൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് നമുക്ക് അവിടെ കാണാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണുകയൊക്കെ വായിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഇതാണ് മൈസൂർ പാലസിൻ്റെ പുറത്തുനിന്നുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അടിപൊളിയാണ്. എനിക്ക് ഇതിൻ്റെ ഒരു സത്യം പറഞ്ഞ ബ്യൂട്ടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു റിമോട്ട് ഏരിയ ആണ് ബൃന്ദാവൻ ഗാർഡൻസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മൈസൂർ പാലസിൽ നിന്ന് ഏതാണ്ട് ഒരു 1 അവർ ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബൃന്ദാവൻ ഗാർഡൻസിൽ പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായി. അത് ഒരാൾക്ക് 50 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് 150 ആണ് ടിക്കറ്റ് റേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഭയങ്കര വെള്ളമൊക്കെ ദാഹിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒരു സ്മൂതും അങ്ങനത്തെ വെള്ളവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഗാർഡൻസ് കാണാനായിട്ട് കയറുകയാണ്. അപ്പം ബൃന്ദാവൻ ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ അടിപൊളി നേച്ചറായിട്ടുള്ള മൊത്തം നേച്ചറും പിന്നെ ഫ്ലവേഴ്സും പിന്നെ പ്ലാന്റ്സും അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. വീഡിയോസും ഫോട്ടോ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം കുറച്ച് നടക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും, ഒരുപാടുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായി. ബൃന്ദാവൻ ഗാർഡൻസ് ആയാലും ഒരുപാടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും കാണുന്ന ഇത് ഒരു സൈഡാണ്, പിന്നെയും കുറേ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്തത് ഓട്ടോയിൽ നിന്ന് നേരെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഒരു മലയാളി ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവർ രണ്ടുപേരും ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് പൊറോട്ടയാണ് കേട്ടോ. എനിക്ക് പൊറോട്ട ക്രേവി ആയിരുന്നു കുറേ നാളായിട്ട്. അങ്ങനെ പൊറോട്ടയും ഫിഷ് ഫ്രൈയുമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പൊറോട്ട, മീൻകറി, മീൻ ഫ്രൈഡ് ഒരു ഫാനാണ് ഞാൻ. വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് പോയി. പിന്നെ അവർ വേറെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായി കുടിക്കാനായിട്ടും. അപ്പോൾ ആക്ച്വലി വീഡിയോ ഞാൻ 1 മാസം മുന്നേ ഇടേണ്ട വീഡിയോ ആണ്, ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് ഇതിനിടയ്ക്ക് വേറെ കോളേജ് ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ബിസി ആയത് കാരണം ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാനൊരു ഷാർജ മേടിച്ചു, അവർ ചിക്കു ഷേക്ക് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ മൈസൂർ സ്വീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. അവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് എന്തൊക്കെയോ സ്വീറ്റ്സ് ഓരോന്ന് മേടിച്ചൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. അപ്പോൾ അത് കുറേ ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കുന്ന സാധനമാണ്. ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് ഞങ്ങൾ 3 പേരും കഴിച്ചിട്ട് നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ മേടിക്കാന്നുള്ള മട്ടിൽ പിന്നെ ഞങ്ങൾ മൈസൂർ പാക്കൊക്കെ അവിടെ നിന്ന് പാഴ്സല് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. നിങ്ങൾക്ക് കുറച്ചൊക്കെ ഇതൊന്ന് മനസ്സിലാക്കാൻ പറ്റും പോകുന്നതും വരുന്നതും ഒക്കെ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.